Assalamu alaikum. Welcome to our next chapter, Morphology of the Flowering Plant. Morphology. In the morphology is the branch of biology. Biology is a branch which deals with the study of the external parts of the plants. ഒരു പ്ലാന്റിൻ്റെ എക്സ്റ്റേണൽ പാർട്സിനെ കുറിച്ചുള്ള പഠനമാണെന്ത് മോർഫോളജി. അത് ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഒരു പ്ലാന്റിൻ്റെ എക്സ്റ്റേണൽ പാർട്ടിനെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഷൂട്ട് ആൻഡ് റൂട്ട്. അപ്പോൾ ആദ്യം വരുന്നത് റൂട്ട് സിസ്റ്റമാണ്, പിന്നെ വരുന്നതാണ് ഷൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഒരു ചെടിയുടെ മണ്ണിൻ്റെ അടിയിലുള്ള എല്ലാ ഭാഗങ്ങളും എന്തായി റൂട്ട് സിസ്റ്റം ആയി. The underground part of the plant അല്ലെങ്കിൽ the roots which is growing under the soil. അടിഭാഗത്ത് ഒരു മണ്ണിൻ്റെ അടിഭാഗത്ത് വരുന്ന പ്ലാന്റിൻ്റെ ഭാഗങ്ങളെ പറയുന്നത് റൂട്ട് സിസ്റ്റം. എംബ്രിയോയിലെ റാഡിക്കൽ എന്ന് പറഞ്ഞ ഭാഗമാണ് പിന്നീട് റൂട്ടായിട്ട് മാറുന്നത്. രണ്ടാമത് ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് മുകളിലെ ഭാഗം, നമ്മുടെ സ്റ്റെമ്മ്, ലീഫ്, അങ്ങനത്തെ ഒരു മണ്ണിൻ്റെ മുകളിലെ ഭാഗം എബവ് ദ സോയിൽ, ഒരു പ്ലാന്റിൻ്റെ എബവ് ദ സോയിലുള്ള ഭാഗങ്ങളെല്ലാം എന്താണ് ഷൂട്ട് സിസ്റ്റം. എംബ്രിയോയിൽ നിന്നും വളർന്ന പ്ലിമ്യൂൾ എന്ന് പറഞ്ഞ സെൽസാണ് പിന്നീട് ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം റൂട്ടാണ് ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷമാണ് ഷൂട്ട് ഡെവലപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ റൂട്ടിനെ കുറിച്ച് ആദ്യം പഠിക്കാം. റൂട്ടിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റൂട്ട് മെയിനായിട്ട് വേരിലെ പ്ലാന്റിനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന സാധനമാണ് വേര്. ആ വേരിനെ അല്ലെങ്കിൽ എംബ്രിയോ എന്ന് പറയുന്ന റാഡിക്കൽ, ആ റാഡിക്കലിനെ അല്ലെങ്കിൽ ആദ്യം വരുന്ന റൂട്ടിനെ പറയുന്ന പേരാണെന്ത് പ്രൈമറി റൂട്ട്. മെയിനായിട്ട് റാഡിക്കൽ വലുതായിട്ടാണ് എന്തായിട്ട് മാറുക പ്രൈമറി റൂട്ട്. ആദ്യം വരുന്ന മെയിൻ റൂട്ടിനെ പറയുന്ന പേരാണെന്ത് പ്രൈമറി റൂട്ട്. പ്രൈമറി റൂട്ടിൽ നിന്നും ശാഖകളായിട്ട് വരുന്ന അതിൻ്റെ മുകളിൽ നിന്നും വരുന്ന ശാഖകളെ പറയുന്ന പേരാണെന്ത് ലാറ്ററൽ റൂട്ട്. ലാറ്ററൽ റൂട്ടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ സെക്കൻഡറി റൂട്ട് ആൻഡ് ടെറിഷറി റൂട്ട്. മെയിൻ റൂട്ടിൽ നിന്നും വരുന്ന ശാഖകളെ, മെയിൻ റൂട്ടാണ് പ്രൈമറി റൂട്ട്, ആ പ്രൈമറി റൂട്ടിൽ നിന്ന് വരുന്ന ശാഖകളെ ആണ് ലാറ്ററൽ റൂട്ട് എന്ന് പറയുന്നത്. ലാറ്ററൽ റൂട്ടിനെ രണ്ടായി തരംതിരിക്കാം. ഫസ്റ്റ് വൺ മെയിൻ റൂട്ടിന് ഉടനെ വരുന്നതിനെ സെക്കൻഡറി റൂട്ടെന്നും അതിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ റൂട്ട് ഹെയർസിനെ പറയും ടെറിഷറി റൂട്ട്. അപ്പോൾ റൂട്ടിനെ നമുക്ക് എന്തായി രണ്ടായി തരംതിരിക്കാം, പ്രൈമറി റൂട്ട് ആൻഡ് ലാറ്ററൽ റൂട്ട്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഒരു റൂട്ടിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റൂട്ട് ചെടീനെ അള്ളിപ്പിടിക്കാൻ, മണ്ണിനകത്ത് ഗ്രിപ്പ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന സാധനമാണ് റൂട്ട്. അതുകൊണ്ട് തന്നെ ഒരു ആങ്കർ പോലെ അത് പ്രവർത്തിക്കും. റൂട്ട് ടു ആങ്കർ ടു ദ പ്ലാന്റ്, ആങ്കർ പോലെ അത് പ്രവർത്തിക്കും, ഗ്രിപ്പായിട്ട് നിൽക്കാൻ സഹായിക്കും. ഇറ്റ് അബ്സോർബ്, അതെന്ത് ചെയ്യുന്നത് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ചെടികൾക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനുള്ള വെള്ളവും അതേപോലെ തന്നെ പോഷകാംശങ്ങളും എന്ത് ചെയ്യും റൂട്ട് വലിച്ചെടുത്തിട്ടാണ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റോറേജ് റിസർവ് ഫുഡ്സ്. നമുക്ക് പല ചെടികൾ നമുക്കറിയാം, നമ്മൾ ഭക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ആ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഫുഡ് സ്റ്റോറേജ് മെയിനായിട്ട് ആരാണ്? അവർക്ക് റൂട്ടിലാണ് സ്റ്റോറേജ്. ഉരുളൻകിഴങ്ങ്, അതേപോലെ കൊള്ളിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഒരുപാട് കിഴങ്ങ് വർഗ്ഗ, ചേന, ചേമ്പ്, ഇതെല്ലാം ഫുഡ് സ്റ്റോറേജ് ചെയ്യണ, ക്യാരറ്റ്, ഇതെല്ലാം ഫുഡ് സ്റ്റോറേജിനുള്ള റൂട്ട്സാണ്. നെക്സ്റ്റ്, സിന്തസിസ് ഓഫ് ദ PGR. PGR എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നാണ് അർത്ഥം. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സുള്ള ഹോർമോൺസിനെ സിന്തസിസ് ചെയ്യാൻ എന്താണ് റൂട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം റൂട്ടിലാണ് വെള്ളവും അതേപോലെ തന്നെ അതിനാവശ്യമുള്ള പോഷക ലവണങ്ങളും വലിച്ചെടുക്കുന്നത്. ആ വലിച്ചെടുക്കുന്നവരെ എന്ത് ചെയ്യും, അതിന് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഗ്രോത്ത് ഹോർമോൺസിനെ സിന്തസിസ് ചെയ്യുക എവിടെയാണ് റൂട്ടിലാണ്. നെക്സ്റ്റ്, റെസ്പിറേഷൻ മെക്കാനിക്കൽ സപ്പോർട്ട്. മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റൂട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്ലാന്റ് ഉണ്ടാവുള്ളൂ, റൂട്ടില്ലെങ്കിൽ അത് ഉണ്ടാവില്ല. പിന്നെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്.
ചില കണ്ടൽ ചെടികളിലൊക്കെ റെസ്പിറേഷൻ അവർ റൂട്ട് ഗ്രാവിറ്റിയിലേക്കാണ് റൂട്ട് പോവുക. ആൻറ്റി ഗ്രാവിറ്റി ആയിട്ട് പുറത്തേക്ക് തള്ളി വരുന്ന റൂട്ടാണ് മാംഗ്രോ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകളിലത്തെ ചെടികളുടെ റൂട്ടുകളൊക്കെ. അത്തരം റൂട്ടുകളൊക്കെ റെസ്പിറേഷന് പോലും സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എസിമിലേഷൻ, ഫുഡ് സ്റ്റോറേജ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ട്, ഫുഡ് സ്റ്റോറേജ്, ഇതെല്ലാം ഒരു റൂട്ടിൻ്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് റൂട്ടുകളെ 3ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട് ആൻഡ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്. റൂട്ടിനെ 3ആയി തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രക്ചറിൻ്റെയും ഷേപ്പിൻ്റെയും അവരുടെ ഘടനയ്ക്കനുസരിച്ചാണ് 3ആയി തരംതിരിക്കുന്നത്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മെയിൻ റൂട്ട് ഉണ്ടാവും, ഒരു ഒറ്റ വലിയ റൂട്ട് ഉണ്ടാവും. അതിൽ നിന്നാണ് ബാക്കി ശാഖകളായിട്ടുള്ള എല്ലാ റൂട്ടുകളും വരുന്നത്. എക്സാമ്പിൾ, ഇതിലൊരു മെയിൻ റൂട്ട് ഉണ്ട്, അതിന് ശാഖകളായിട്ടാണ് ചെറിയ റൂട്ടുകൾ വരുന്നത്. ഇപ്പം നമ്മൾ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മെയിൻ റൂട്ട് വലിയ കട ഉണ്ടാവും. അതിൽ നിന്നാണ് അതിൻ്റെ വേരുകൾ ബാക്കി എല്ലാ ഭാഗത്തേക്കും, അല്ലെങ്കിൽ റൂട്ട് ഹെയർസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പോകുന്നത്. അപ്പം മെയിനായിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടൊരു റൂട്ട് ഉണ്ടാവും. മെയിൻ റൂട്ട് കുറച്ച് സോളനായിട്ട് ഹാർഡായിട്ടുള്ള കുറച്ച് റൂട്ട് ഉണ്ടാവും. അതിൽ നിന്നും റൂട്ട് ഹെയർസ് കൂടിയിട്ടുള്ളതാണ് ടാപ്പ് റൂട്ട്. മെയിൻ റൂട്ട്, ആ റൂട്ട് എപ്പോൾ ആ പ്ലാന്റ് എത്ര കാലം നിൽക്കുന്നോ അതിൻ്റെ മെയിൻ റൂട്ടും അതുവരെ നിലനിൽക്കും. നെക്സ്റ്റ് ഫൈബ്രസ് റൂട്ട്. ഈ മെയിൻ ടാപ്പ് റൂട്ടിന് ഉദാഹരണം എല്ലാത്തരം ആൻജിയോസ്പേംസ് പ്ലാന്റ്സും അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡൻസ്. ആൻജിയോസ്പേം പ്ലാന്റ്സിൽ ഡൈക്കോട്ടിലിഡൻസ് മെയിനായിട്ട് എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. നെക്സ്റ്റ് ഫൈബ്രസ് റൂട്ട്. ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് കൂട്ടം റൂട്ടുകളാണ് കാണുക. ഒരു മെയിൻ റൂട്ടല്ല അവിടെ കാണുക. എല്ലാ റൂട്ടുകളും ഏകദേശം ഒരേ വലുപ്പമുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് റൂട്ട് ഹെയർസ് അല്ലെങ്കിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് അവിടെ ഫൈബ്രസ് റൂട്ട്. ഒട്ടുമിക്ക പുൽവർഗ്ഗങ്ങളിലെല്ലാം എന്താണ് ഫൈബ്രസ് റൂട്ടാണ് കാണുക. അത് മോണോകോട്ടിഡൻസിൻ്റെ ഒരു ക്യാരക്ടറാണ് എന്ത് ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ബേസിൽ നിന്നും എല്ലാ റൂട്ടുകളും ശാഖകളായിട്ട് കാണും. മെയിൻ ബേസിൽ നിന്നും എല്ലാ റൂട്ടുകളും ഇങ്ങനെ ശാഖകളായിട്ട് ഇങ്ങനെ നമ്മൾ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടുകളൊക്കെ ഇങ്ങനെയാണ് കാണുക. എന്നാൽ അത്തരം റൂട്ടുകളെ പറയുന്ന പേരാണെന്ത് ഫൈബ്രസ് റൂട്ട്. ഇനി അഡ്വെൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് റൂട്ടാണെങ്കിലും ഫൈബ്രസ് റൂട്ടാണെങ്കിലും മണ്ണിൻ്റെ അടിയിൽ കാണുന്ന ഭാഗം. അഡ്വെൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലല്ലാതെ ഒരു പ്ലാന്റിന് ഉണ്ടാവുന്ന എക്സ്റ്റേണൽ ഭാഗത്തു നിന്നും വരുന്ന റൂട്ടിനെ പറയുന്ന പേരാണെന്ത് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്. ദ റൂട്ട് വിച്ച് അറൈസസ് ഫ്രം എനി അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി. ഏതെങ്കിലും മറ്റുള്ള ഭാഗത്തു നിന്നും അതിൻ്റെ റൂട്ട് വരിക. ഒന്നെങ്കിൽ നോഡിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും. ഇപ്പം ബാനിയൻ ട്രീക്ക് അതിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്നും റൂട്ട് വരുന്നുണ്ട്. ആ വളർന്നു വരുന്ന അടിയിലേക്ക് വരുന്ന വള്ളി പിന്നീട് റൂട്ടായിട്ട് മാറുന്നുണ്ട്. കരിമ്പിനാണെങ്കിൽ അതിൻ്റെ ഓരോ നോഡുകളിൽ നിന്നും റൂട്ട് വരുന്നുണ്ട്. അത്തരം റൂട്ടുകളെ പറയുന്ന പേരാണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്. നമ്മൾ പറഞ്ഞെന്താണ് റൂട്ടിനെ 2ആയി തരംതിരിക്കാം, പ്രൈമറി റൂട്ട് ആൻഡ് ലാറ്ററൽ റൂട്ട്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് റൂട്ടിൻ്റെ ഫങ്ഷൻസ്? റൂട്ട് ആങ്കർ ആവുന്നുണ്ട്, ഫുഡ് സ്റ്റോറേജ് ഉണ്ട്, വാട്ടർ ആൻഡ് മിനറൽസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ റെസ്പിറേഷൻ, അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെയാണ് റൂട്ടിൻ്റെ ഫങ്ഷൻസ്. ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ സിന്തസിസ് ചെയ്യേണ്ടത് റൂട്ട്. പിന്നെ ടൈപ്സ് ഓഫ് ദ റൂട്ട് ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട് ആൻഡ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ ദ പ്രൈമറി റൂട്ട്, ദ മെയിൻ റൂട്ട്, അതിൽ നിന്നും ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവുക. ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ ക്ലസ്റ്റർ ഓഫ് ദ റൂട്ട് ബേസിൽ നിന്നും വരുന്നതാണെന്ത് ഫൈബ്രസ് റൂട്ട്. അഡ്വെൻറ്റീഷ്യസ് റൂട്ട് ദ റൂട്ട് വിച്ച് ഇസ് ഫോംഡ് എനി അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിൻ്റെ മറ്റുള്ള ഭാഗത്തു നിന്നും വരുന്ന റൂട്ടിൻ്റെ പറയുന്ന പേരാണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട്. ഇനി റൂട്ടിൻ്റെ ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് റൂട്ടിൻ്റെ ഭാഗങ്ങൾ? ഒരു മെയിൻ റൂട്ട്, പ്രൈമറി റൂട്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൈമറി റൂട്ട് അതിൻ്റെ എൻഡ് മുതൽ നമുക്ക് തുടങ്ങാം. പ്രൈമറി റൂട്ടിൻ്റെ എൻഡ് ഭാഗത്ത് എന്തുണ്ട്? ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ കവർ ചെയ്ത് നിൽക്കണ ഈ ഔട്ടർ കോട്ടിങ്ങിനെ പറയുന്ന പേരാണത് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിൽ കൂടിയാണ് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് വരിക. നെക്സ്റ്റ് ഈ
അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുണ്ടാകുന്ന പ്ലാന്റ്സിലെ റൂട്ട് ക്യാപ്പ് കുറച്ചും കൂടി ഇതേപോലെ ക്യാപ്പ് പോലെ കാണുക, സ്മൂത്ത് ആയിട്ടുള്ള ഷീറ്റുകളാണ് കാണുക, കനം കുറഞ്ഞ സ്മൂത്ത് ഷീറ്റ് ആണ് കാണുക. അത്തരം റൂട്ട് ക്യാപ്പിനെ പറയുന്ന പേരാണ് റൂട്ട് പോക്കറ്റ്. നെക്സ്റ്റ്, ഈ റൂട്ട് ക്യാപ്പിൻ്റെയും ഈ റീജിയനത്തിൻ്റെ ഇടയിൽ ഒരുപാട് സൈറ്റോപ്ലാസം ഡെൻസ് സൈറ്റോപ്ലാസം ഉള്ള ചില സെൽസുകളുണ്ട്. ആ സെൽസിന് പറയുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അത്തരം മെരിസ്റ്റമാറ്റിക് സെൽസ് കൊണ്ട്, മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സെൽസ്, ഡെവലപ്പ് ചെയ്യുന്ന സെൽസ്, കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സെൽസ്, ഇലോങ്ങേഷനും മെച്ചുറേഷനും മുന്നേ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടക്കുന്ന സെൽസ്, അത്തരം സെൽസുള്ള ആ റീജിയൻ പറയുന്ന പേരാണ് ദ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എവിടെയാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത് എന്നാൽ ദ സെൽസ് വിച്ച് ഈസ് ഹെൽപ്സ് ടു കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ നടക്കുന്ന സെൽ. അത്തരം സെല്ലുള്ള ഭാഗമാണ് മെരിസ്റ്റമാറ്റിക് റീജിയൻ. റൂട്ട് ക്യാപ്പ് ഉണ്ട്, എൻ്റെ പോർഷനിൽ റൂട്ട് ക്യാപ്പ് ഉണ്ട്, അതിന് തൊട്ട് മുകളിൽ മെരിസ്റ്റമാറ്റിക് സെൽസ്. അതിൻ്റെ മുകളിലുള്ള ഭാഗം, ഈ ഒരു ഭാഗം റൂട്ടിനെ വലുതാവാൻ സഹായിക്കുന്നു. നമ്മൾ എവിടേക്കാണ് വെള്ളം കിട്ടുന്നത്, മിനറൽസ് കിട്ടുന്നത്, ആ ഭാഗത്തേക്ക് റൂട്ട് എല്ലാ ശകലക്ക് എത്തും. ആ റീജിയൻ, വലുതാവുന്ന റീജിയൻ, അതിനെ പറയുന്ന പേരാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. നെക്സ്റ്റ്, എവിടെയാണ് ബേസ് ഭാഗം? ഒരു പ്ലാന്റിൻ്റെ റാഡിക്കൽ എവിടുന്ന് റാഡിക്കൽ വളർന്ന റൂട്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ പാർട്ടിനെ പറയുന്ന പേരാണ് മെയിൻ ഭാഗം. അവിടെ ഒട്ടുമിക്ക വളർച്ച കഴിഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയ റൂട്ടുകൾ, എന്നാൽ മെച്ചുവർ ആയിട്ടുള്ള റൂട്ടുകൾ, അത്തരം റൂട്ടുകൾ പറയുന്നത് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ആ റീജിയൻ ഓഫ് മെച്ചുറേഷൻ്റെ ഭാഗത്താണ് ലാറ്ററൽ റൂട്ടുകളും അതേപോലെ സെക്കൻഡറി ടെറിഷ്യറി ആയിട്ടുള്ള റൂട്ട് ഹയേഴ്സുകളും ഒക്കെ കാണുന്നത്. എവിടെയാണ്? ലാറ്ററൽ അല്ലെങ്കിൽ മെച്ചുറേഷൻ നടക്കുന്ന മെച്ചുർ റീജിയനിലാണ് ദ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പോൾ റീജിയൻസ് ഓഫ് ദ റൂട്ട്സിനെ 4ആയി തരംതിരിക്കാം: റൂട്ട് ക്യാപ്പ്, മെരിസ്റ്റമാറ്റിക് റീജിയൻ, ദ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആൻഡ് ദ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇതാണ് ഒരു റൂട്ടിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ദ റൂട്ട്. മോഡിഫിക്കേഷൻ ഓഫ് ദ റൂട്ട് പറയുമ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് ദ റൂട്ടിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ടാപ്പ് റൂട്ടിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ്, ഇപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാലും മണ്ണിൻ്റെ അടിയുള്ള ഭാഗമാണല്ലോ, അതിൻ്റെ ഷേപ്പിൻ്റെയും സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒന്നും കൂടി തരംതിരിച്ചിട്ടുണ്ട്. ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണ് ഇത് പറയുന്നത്. ടാപ്പ് റൂട്ട് ട്യൂബേഴ്സിൻ്റെ മോഡിഫിക്കേഷൻ. കോണിക്കൽ റൂട്ട്. കോണിക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ കോൺ ഷേപ്പിൽ, നമ്മുടെ ക്യാരറ്റൊക്കെ എങ്ങനെയാണ് ഒരു കോൺ ഷേപ്പിലാണ് വരുന്നത് അല്ലേ? ക്യാരറ്റ് ഇങ്ങനെ വരിക അല്ലേ, കോൺ ഷേപ്പിലാണ് വരുന്നത്. അത്തരം റൂട്ടിനെ പറഞ്ഞ പേരാണെന്ത്? കോണിക്കൽ റൂട്ട്. എക്സാമ്പിൾ ക്യാരറ്റ്. നെക്സ്റ്റ്, നാപ്പിഫോം റൂട്ട്. നാപ്പിഫോം റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഭാഗം സൊള്ളനായിട്ട് അടിഭാഗം കൂർത്തിരിക്കുക. ഒന്ന് സൊള്ളനായിട്ട് കൂർത്തിരിക്കുന്ന ടൈപ്പിലുള്ള റൂട്ടുകളെ പറയുന്ന പേരാണെന്ത്? നാപ്പിഫോം റൂട്ട്. ഇതിൻ്റെ സ്ട്രക്ചറായിട്ട് വരും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒക്കെ സ്ട്രക്ചറായിട്ട് വരും എന്ത്? നാപ്പിഫോം റൂട്ട്. അതിന് എക്സാമ്പിളാണെന്ന് ബീട്രൂട്ട്, നാപ്പിഫോം റൂട്ട്. നെക്സ്റ്റ്, ഫ്യൂസിഫോം റൂട്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ മോഡിഫിക്കേഷൻ ഓഫ് റൂട്ടിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനം തരംതിരിച്ചിരിക്കുന്നത്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ കോണിക്കൽ, എന്നാൽ നമ്മുടെ കോൺ ഷേപ്പിലുള്ള റൂട്ട്, ക്യാരറ്റൊക്കെ ഒരു കോൺ പോലെയല്ലേ കാണുന്നത്, അത് കോണിക്കൽ. നാപ്പിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൊള്ളനായിട്ട് അടിയിലേക്ക് കൂർത്ത് വരുന്നതാണ് എന്ത്? നാപ്പിഫോം റൂട്ട്. നെക്സ്റ്റ്, ഫ്യൂസിഫോം റൂട്ട്. എന്നാൽ ഫ്യൂസിഫോം റൂട്ട് എന്ന് പറഞ്ഞാൽ റാഡിഷ് ആണ് അതിന് എക്സാമ്പിൾ. റാഡിഷ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ കൂർത്തിട്ട് സെൻറ്റർ പോർഷൻ കുറച്ച് സൊള്ളൻ, രണ്ട് എൻഡും കൂർത്തിരിക്കുക, സെൻറ്റർ പോർഷൻ മാത്രം സൊള്ളൻ. അത്തരം റൂട്ടുകളാണ് എന്ത്? റാഡിഷിൻ്റെ റൂട്ട്, ഫ്യൂസിഫോം റൂട്ട്. നെക്സ്റ്റ്, ട്യൂബറസ് റൂട്ട്. ട്യൂബറസ് റൂട്ടിന് എക്സാമ്പിൾ മിറാബിലസ് ജാലപ്പ, 4 മണിപ്പൂവ്. 4 മണിപ്പൂവിൻ്റെ റൂട്ടുകൾ ഇനി ഷേപ്പും സൈസൊന്നുമില്ല. അതെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല ഷേപ്പുകളിലും കാണാം. അത്തരം റൂട്ടുകളെ പറയുന്ന പേരാണെന്ത്? അതിൻ്റെ മെയിൻ റൂട്ട് ഇങ്ങനെയൊക്കെയാണ് കാണുക.
ഒരു ഷേപ്പോ സൈസോ ഒന്നുമില്ല. സോളനായി എന്ന് പറയുമ്പോൾ ടാപ്പർ ടു എന്താ എൻഡ് പോർഷൻ ഭയങ്കര കോൺ ഷേപ്പിലോ അല്ലെങ്കിൽ എന്താ കൂർത്തിട്ട് വരിക ഒന്നുമില്ല. ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള റൂട്ടുകൾ, ടാപ്പ് റൂട്ടുകൾ കാണുന്നുണ്ട്. ട്യൂബറസ് റൂട്ടിന് എക്സാമ്പിൾ കിഴങ്ങ് പോലെ, ട്യൂബർ പോലെ അങ്ങനെ ഷേപ്പില്ലാത്ത രീതിയിൽ കാണുന്ന റൂട്ടുകളുണ്ട്. മിറാബിലസ് ജാൽപ്പഴ എന്ത് ട്യൂബറസ് റൂട്ട്. നെക്സ്റ്റ് അഡ്വെന്റീഷ്യസ് റൂട്ട് ട്യൂബേഴ്സ്. ഇനി അഡ്വെന്റീഷ്യസ് റൂട്ട് ട്യൂബേഴ്സ് എങ്ങനെയൊക്കെ നോക്കാം നമുക്ക്. ട്യൂബറസ് റൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ റൂട്ടിൻ്റെ ഷേപ്പൊക്കെ അല്ലേ, ഒരു അവിടെ ഇവിടെയൊക്കെ കാണാൻ മുഴക്കായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള റൂട്ടുകളാണ് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങിൻ്റെ റൂട്ടുകൾ. അത്തരം റൂട്ടുകൾ ട്യൂബറസ് റൂട്ട്, കിഴങ്ങാണ് എന്നാൽ ടാപ്പ് റൂട്ട് പോലെ കൂർത്തിട്ടോ അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്പുള്ള റൂട്ടുകളല്ല. അത്തരം കിഴങ്ങുകൾ പോലെ കാണുന്ന ആ റൂട്ടുകൾ പറയുന്ന പേരാണ് എന്ത്, ട്യൂബറസ് റൂട്ട്. നെക്സ്റ്റ് ഫെസിക്കുലേറ്റഡ് റൂട്ട്. ഫെസിക്കുലേറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ റൂട്ടുകൾ. ഇപ്പം നമ്മുടെ ടാപ്പിയോക്ക അങ്ങനെ ക്ലസ്റ്റർ ഓഫ് റൂട്ട്, ഒരു കൂട്ടം റൂട്ടുകൾ. കൊള്ളിക്കിഴങ്ങിനാണെങ്കിലും നമ്മൾ ബേസ് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ കുറേ റൂട്ടുകൾ കാണാം അല്ലേ. ഡാലിയ, അതേപോലെ തന്നെ ആസ്പെരാഗസ്, ഇതിൻ്റെ റൂട്ടുകളൊക്കെ ഇങ്ങനെ ഈ ഷേപ്പിലാണ് കാണുന്നത്. അത്തരം റൂട്ടുകളെ പറയുന്നവരാണ് ഫെസിക്കുലേറ്റഡ് റൂട്ട്. ഫെസിക്കുലേറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെയിൻ റൂട്ടുകൾ, അതിൽ നിന്നും വരുന്ന മെയിൻ റൂട്ടുകൾ, അതിൻ്റെ ടാപ്പ് റൂട്ട്സ് എങ്ങനെയാണ്, ക്ലസ്റ്റർ ഓഫ് റൂട്ടുകളാണ്, മെയിൻ റൂട്ടുകളാണ് വരിക. അത്തരം റൂട്ടുകളെ പറയുന്ന പേരാണെന്ത്, ഫെസിക്കുലേറ്റഡ് റൂട്ട്. ട്യൂബറസ് റൂട്ടിന് ഷേപ്പ്ലെസ് ആണ്. സ്വീറ്റഡ് പൊട്ടറ്റോ റൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കിഴങ്ങിൻ്റെ ഒക്കെ ഒരു അങ്ങനെ കഴമുഴയൊക്കെ ആയിട്ടുള്ള അത്തരം റൂട്ടുകളാണ് എന്ത്, ട്യൂബറസ് റൂട്ട്. ഫെസിക്കുലേറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് റൂട്ട്സ്, മെയിൻ റൂട്ടുകളൊക്കെ ക്ലസ്റ്റർ ഓഫ് റൂട്ടുകൾ കാണും. നമ്മൾ കൊള്ളിക്കിഴങ്ങിനെ കണ്ടിട്ടുണ്ട്. അതേപോലെ ആസ്പെരാഗസ് എന്ന് പറഞ്ഞാൽ ശതാവരിയുടെ കിഴങ്ങിനൊക്കെ ഇതുപോലെ കാണാം. ഡാലിക്ക് കാണാം. അതിൻ്റെ കിഴങ്ങുകളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം കിഴങ്ങുകളാണ് വരുന്നത്. അത്തരം റൂട്ടുകളാണ് എന്ത്, ഫെസിക്കുലേറ്റഡ് റൂട്ട്. നെക്സ്റ്റ് ബീഡഡ് റൂട്ട്. ബീഡഡ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. ബീഡഡ് എന്ന് പറഞ്ഞാൽ മുത്തുകൾ കോർത്ത പോലത്തെ റൂട്ട്. അതിൻ്റെ റൂട്ട്സിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മുത്തുകൾ കോർത്ത പോലെ കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മുത്ത് കോർത്ത പോലത്തെ ഒരു സ്ട്രക്ചറായിട്ട് എന്താ ഒരു കണ്ടിന്യൂസ് ഒരു ശരിക്കും പ്രോപ്പർ ഇൻ്റർവെൽസിൽ അതിങ്ങനെ മുത്തുകൾ കോർത്ത പോലത്തെ മുഴായിട്ട് കാണുന്ന റൂട്ടുകൾ കാണുന്നത് ബീഡർ റൂട്ട്. ബീറ്റർ ഗാർഡ് കൈപ്പട റൂട്ട് അത്തരം അതേപോലത്തെയാണ്. അപ്പം നമ്മൾ മോഡിഫിക്കേഷൻ ഓഫ് ദ റൂട്ട് പഠിച്ചു. മോഡിഫിക്കേഷൻ ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ രൂപമാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ തരംതിരിച്ചിരിക്കുകയാണ്. ടാപ്പ് റൂട്ട് ട്യൂബേഴ്സ് 4 ഒറ്റ മെയിൻ റൂട്ട് ഉണ്ടാവും ടാപ്പ് റൂട്ടിൽ. അത്തരം റൂട്ടുകളിൽ എങ്ങനെയാണ് വരുന്നത്, കോണിക്കൽ ഷേപ്പുള്ള റൂട്ട് ക്യാരറ്റ്, നാപ്പിഫോം എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ ഷേപ്പുള്ളത്, ഫ്യൂസിഫോം എന്ന് പറഞ്ഞാൽ റാഡിഷിൻ്റെ ഷേപ്പുള്ളത്, ആൻഡ് ട്യൂബറസ് റൂട്ട് 4 മണി പൂവിൻ്റെ റൂട്ടിൻ്റെ ഷേപ്പുള്ള റൂട്ടുകൾ. അത്തരം ഒരു നിശ്ചിത ഷേപ്പില്ലാത്ത റൂട്ടുകളൊക്കെ ട്യൂബറസ് റൂട്ടിൽ പറയും. പിന്നെ അഡ്വെന്റീഷ്യസ് റൂട്ടിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അതേപോലെ ഫെസിക്കുലേറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് ദ റൂട്ട്, ഇങ്ങനെ ബേസിൽ നിന്നും ഒരുപാട് കൂട്ടമായിട്ടുള്ള കിഴങ്ങുകൾ വരുന്നതാണെന്ത് ഫെസിക്കുലേറ്റഡ് റൂട്ട്. ബീഡഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ മുത്തുകൾ കോർത്ത പോലത്തെ റൂട്ടുകൾ. നെക്സ്റ്റ് അഡ്വെന്റീഷ്യസ് റൂട്ടിൻ്റെ ഒന്നുകൂടി മോഡിഫിക്കേഷൻ. അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഇവിടെ അഡ്വെന്റീഷ്യസ് ടാപ്പ് റൂട്ടാണ് കേട്ടത്, അഡ്വെന്റീഷ്യസ് ടാപ്പ് റൂട്ട്. ഇവിടെ അഡ്വെന്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ദ മെക്കാനിക്കൽ സപ്പോർട്ട്. അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഭാഗത്തു നിന്നും നമ്മുടെ ബ്രാഞ്ചസിൻ്റെ ഭാഗത്തു നിന്നോ നോഡിൻ്റെ ഭാഗത്തു നിന്നോ വരുന്ന റൂട്ടുകളെ പറയുന്ന പേരാണെന്ത്, അഡ്വെന്റീഷ്യസ് റൂട്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇവിടെ അഡ്വെന്റീഷ്യസ് റൂട്ട് ട്യൂബർ ഇവിടെ ടാപ്പ് റൂട്ടിൻ്റെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് ഇതിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് അഡ്വെന്റീഷ്യസ് റൂട്ട് അല്ല, നമ്മൾ അതിനെ ഒന്നുകൂടി തരംതിരിച്ചെന്ന് മാത്രം. അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ബാനിയൻ ട്രീ അല്ലേ, ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് ബ്രാഞ്ചസിൻ്റെ ഭാഗത്തു നിന്നും ചെറിയതായിട്ടുള്ള വരുന്ന നൂല് പോലെ ഞാന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വള്ളികളായിട്ട് വരുന്ന ഭാഗത്താണ്. അതൊക്കെ ഒരു അഡ്വെന്റീഷ്യസ് റൂട്ടാണ്. അത്തരം റൂട്ടുകൾ പറയുന്ന പേരാണെന്ത്, പ്രോപ്പ് റൂട്ട്. പ്രോപ്പ് റൂട്ടിൻ്റെ എക്സാമ്പിൾ ബാനിയൻ ട്രീ. അഡ്വെന്റീഷ്യസ് റൂട്ടിനെ 3 തരംതിരിക്കാം: പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് നിമാറ്റോഫോറസ് റൂട്ട്.
മൂന്നായിട്ടാണ് അഡ്വെന്റീഷ്യസ് റൂട്ടിനെ തരംതിരിക്കുന്നത്. അതിൽ പ്രോപ്പർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാനിയൻ ട്രീയുടെ റൂട്ട് അല്ലേ. ബാനിയൻ ട്രീയുടെ റൂട്ടാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തെ ബ്രാഞ്ചസിൽ നിന്നും തൂങ്ങി അടിയിലേക്ക് തൂങ്ങിയിട്ട് ഒരു മരം കൊണ്ട് ഒരു വനം ഉണ്ടാക്കാം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതിൻ്റെ ബ്രാഞ്ചസൊക്കെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന അതിൽ നിന്ന് വരുന്ന വള്ളികൾ പിന്നെ റൂട്ടായിട്ട് മാറും. പിന്നെ ആ മരം ഫുള്ളും ആ ഏരിയ കവർ ചെയ്യാറുണ്ട്. അത്തരം റൂട്ടുകൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന റൂട്ടുകളാണെന്ത് പ്രോപ്പർ റൂട്ട്. അതിന് എക്സാമ്പിളാണ് ബാനിയൻ ട്രീ. നെക്സ്റ്റ് സ്റ്റിൽറ്റ് റൂട്ട്. നമ്മൾ ഷുഗർ കെയിൻ കണ്ടിട്ടില്ലേ. ഷുഗർ കെയിൻ കരിമ്പ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കരിമ്പിൻ്റെ നോട്ട്സ് ഇങ്ങനെയാണ് കരിമ്പിൻ്റെ നോഡ് അല്ലേ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് നോഡ്. ഈ ഓരോ നോഡിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ഇന്റർനോഡ്. ഈ നോഡിൻ്റെ ഭാഗത്ത് നിന്ന് റൂട്ടുകൾ കാണാം. ബേസ് പോർഷൻ ഇപ്പം ഇതാണ് എൻ്റെ മെയിൻ റൂട്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ കരിമ്പൊക്കെ പൂരം ഇതൊക്കെ ഓരോ നേർച്ചയും പൂരം വരുമ്പോഴൊക്കെ നിങ്ങൾ കരിമ്പ് മേടിക്കാറുണ്ട്. അത്തരം അവിടെ ഈ നമ്മൾ കരിമ്പ് മേടിക്കുമ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഇതിൻ്റെ ഓരോ നോഡിൻ്റെ അടിഭാഗത്ത് ബേസ് റീജിയണിൽ നോഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റൂട്ടുകൾ ഇങ്ങനെ കാണാറുണ്ട്. അത്തരം റൂട്ടുകളിൽ പറയുന്ന പേരാണെന്ത് സ്റ്റിൽറ്റ് റൂട്ട്. അതിനൊരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന റൂട്ടുകളാണെന്ത് ഈ സ്റ്റിൽറ്റ് റൂട്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നിമാറ്റോഫോറസ് റൂട്ട്. നിമാറ്റോഫോറസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ റൂട്ടുകളും ബാനിയൻ ട്രീ ആയിക്കോട്ടെ, സ്റ്റിൽറ്റ് റൂട്ട് ആയിക്കോട്ടെ, പ്രോപ്പർ റൂട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം മുകളിൽ നിന്ന് താഴത്തേക്കാണ് റൂട്ട് വളരുന്നത് അല്ലേ. മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനാണ് റൂട്ടുകൾ ശ്രമിക്കുന്നത്. ഇത് നേരെ തിരിച്ച് ആൻറ്റി ഗ്രാവിറ്റേഷനായിട്ട് തിരിഞ്ഞു വളരുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വളരുന്ന റൂട്ടുകളാണ്. ചില കണ്ടൽ ചെടികളുടെ റൂട്ടുകൾ മുകളിലേക്കാണ് വളരുന്നത്. അതിൻ്റെ റൂട്ടുകൾ അതിൻ്റെ മെയിൻ റൂട്ട് ഉണ്ടാവും. അതിന് ചില റൂട്ടുകൾ മുകളിലേക്ക് മണ്ണിൻ്റെ മുകൾ തട്ടിലേക്ക് വളർന്നിട്ടുണ്ടാവും. അത്തരം റൂട്ടുകളെ പറയുന്ന പേരാണെന്ത് നിമാറ്റോഫോറസ് റൂട്ട്. കണ്ടൽ കാടുകളിലെ ചെടികൾ മണ്ണൊലിപ്പിനെ ഒരുവിധം അത് പ്രതിരോധിക്കുന്നു പറയുന്നത് ഈ നിമാറ്റോഫോറസ് റൂട്ടൊക്കെ ഉള്ളത് കാരണം. ആ റൂട്ടിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് റെസ്പിറേറ്ററി റൂട്ടും കൂടിയാണത്. റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ചെറിയ ഹോൾസും സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് റെസ്പിറേഷനെ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യാൻ. അതേപോലെ തന്നെ ഈ റൂട്ട് മുകളിലേക്കാണ് വളരുന്നത്. മണ്ണിനെ പിടിച്ചു നിർത്താനും അതിന് കഴിയുന്നുണ്ട്. അത്തരം റൂട്ടുകളാണിത് നിമാറ്റോഫോറസ് റൂട്ട്. കണ്ടൽ ചെടികളുടെയും റൂട്ടുകളെ പറയുന്ന അതൊരു എക്സാമ്പിളാണ്. കണ്ടൽ ചെടികളാണ് ഔസീനിയ. ഇതൊരു കണ്ടൽ ചെടിയുടെ പ്ലാന്റിൻ്റെ പേരാണ്. അത്തരം റൂട്ട് അതിൻ്റെയൊക്കെ റൂട്ടുകളൊക്കെ എന്താണ് നിമാറ്റോഫോറസ് റൂട്ടാണ്, മുകളിലേക്ക് വളരുന്ന റൂട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് റൂട്ടിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട്. നമ്മൾ മോർഫോളജി എന്താണെന്ന് പറഞ്ഞു, പ്ലാന്റിൻ്റെ മോർഫോളജി പറഞ്ഞു, എക്സ്റ്റേണൽ പാർട്സിനെ കുറിച്ചുള്ള പഠനത്താണ് മോർഫോളജി എന്ന് പറയുന്നത്. അതിൽ റൂട്ട് സിസ്റ്റം ഉണ്ട്, ഷൂട്ട് സിസ്റ്റം ഉണ്ട്. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ വളരുന്ന ഭാഗത്തെല്ലാം റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നു. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിലുള്ള ഭാഗം, അതാണ് ഷൂട്ട് സിസ്റ്റം. ഏതാണ് പ്ലിമ്യൂളാണ് ഷൂട്ടായിട്ട് മാറുന്നത്. റൂട്ടിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചു, പ്രൈമറി റൂട്ട് ആൻഡ് ലാറ്ററൽ റൂട്ട്. അതിൻ്റെ പ്രൈമറി റൂട്ട് മെയിൻ റൂട്ടാന്ന് പറഞ്ഞു. ലാറ്ററൽ റൂട്ട് ടെറിഷ്യറിയും സെക്കൻഡറിയും റൂട്ടുകളാണ്. ലാറ്ററൽ റൂട്ട് ടൈപ്സ് ഓഫ് ദ റൂട്ട്സ് പറഞ്ഞു അല്ലേ. ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട് ആൻഡ് അഡ്വെന്റീഷ്യസ് റൂട്ട്. അതേപോലെ റൂട്ട്സിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. അതേപോലെ തന്നെ റൂട്ട്സിൻ്റെ റീജിയൻസ് പറഞ്ഞു. നമ്മൾ റൂട്ട് ക്യാപ്പ്, മെരിസ്റ്റമാറ്റിക് റീജിയൻ, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആൻഡ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ, അങ്ങനെ 4 തരംതിരിച്ചെന്ന് പറഞ്ഞു. പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് റൂട്ടിനെ എന്തെല്ലാം തരത്തിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ടാപ്പ് റൂട്ട് എന്ന് കോണിക്കൽ റൂട്ട്, ആപ്പിഫോം റൂട്ട്, ഫ്യൂസിഫോം റൂട്ട് ആൻഡ് ട്യൂബറസ് റൂട്ട്. അഡ്വെന്റീഷ്യസ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ ട്യൂബറസ് റൂട്ട്, ഫെസിക്കുലേറ്റഡ് റൂട്ട്, ബീഡഡ് റൂട്ട്. അഡ്വെന്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ആണ് പ്രോപ്പ്, സ്റ്റിൽറ്റ് ആൻഡ് നിമാറ്റോഫോറസ് റൂട്ട്. താങ്ക് യു.